ശനിയാഴ്ച ഉത്രാടദിനത്തിൽ വൈകുന്നേരം 6:30 മുതൽ ഫ്ലവേഴ്സിൽ. കൊതിയാവുന്നു. എത്ര ഭംഗിയായിട്ട് ഇവരൊക്കെ ഇത് ഉണ്ടാക്കുന്നേ ഭഗവാനെ. അത് ശരി. എന്താ ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. ഇത് ഞാനെല്ലാം ഉണ്ടാക്കും. ആണോ? ഇതേ കുംഫാൻ ചിക്കൻ ചൈനീസ് പ്രിപ്പറേഷനാ. എന്തോന്ന് ചിക്കൻ? കുംഫാൻ ചിക്കൻ ചൈനീസ്. അമ്മയ്ക്ക് വേണേ ഞാൻ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കി തരാം. അതുണ്ടാക്കാൻ മുത്തുണ്ടല്ലോ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പറ, ഉരുണ്ട് കളിക്കാതെ. അമ്മേ, അതെ, എന്റെ അങ്കിള് സിംഗപ്പൂരിൽ നിന്ന് വരുവാ. ഇനി പുള്ളി തിരിച്ചു പോകുന്നില്ല എന്നാ പറഞ്ഞേ. ഞാൻ വരട്ടി തിരിച്ചോടിക്കണോ? അയ്യോ, അതല്ല. പിന്നെ അമ്മ വിചാരിച്ച നമ്മുടെ കമ്പനിയിൽ പുള്ളിക്കൊരു ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ? മനസ്സിലായി. ഞാനേ എന്തൊക്കെയാണ് അവിടെ ഒഴിവ്, എന്തൊക്കെയാ പോസ്റ്റ് എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കട്ടെ. അതിന് തക്കവണ്ണമുള്ള വല്ലതും ഒക്കെ ഒത്തു തിരിഞ്ഞൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. മതി മതി, ശരിക്കും ആലോചിക്കണം അമ്മ. അയ്യോ, പിന്നെ കൊള്ളാം. ശരി. നിന്റെ അമ്മയുടെ അനിയനല്ലേ? ഈയടാ, നമ്മളെയൊക്കെ കുത്തുപാള എടുപ്പിച്ചിട്ട് പുതിയ കമ്പനി ഉണ്ടാക്കാനുള്ള പരിപാടി അമ്മയും മോളും കൂടെ. ചേച്ചി, അയ്യോ ശ്യാമള, നീയോ? അയ്യോന്നോ? അതെന്താ ചേച്ചി എന്നെ കണ്ടപ്പോ അയ്യോന്നൊരു പറച്ചില് പറഞ്ഞേ? പൊന്ന് ശ്യാമളെ, ഈ നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരു എക്സൈറ്റ്മെന്റിൽ ഞാനങ്ങ് പറഞ്ഞു പോയതാ അയ്യോന്ന്. ഇൻസ്റ്റാൾമെന്റോ? ആണ്ടടക്കുന്നു. ഇൻസ്റ്റാൾമെന്റ് അല്ല, നമ്മളെ അവിചാരിതമായിട്ട് കാണാതിരുന്ന ഒരാളെ കാണുമ്പോ ഇങ്ങനെ പെട്ടെന്ന് നമുക്കൊരു വിശ്വസിക്കാനൊക്കെ അത് സന്തോഷം കൊണ്ടോ അയ്യോ എന്ന് പറഞ്ഞ അങ്ങനെ. സന്തോഷം കൊണ്ടായിരുന്നു? സന്തോഷം കൊണ്ട് പറഞ്ഞു. ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. അയ്യോ, അല്ലേലും എനിക്കറിയാം ചേച്ചി, എന്റെ ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ എന്നെ സ്നേഹം. എന്നോട് ഇത്രയും സ്നേഹമുള്ളൊരു വേറെ ഒരാളും ഈ ജീവിതത്തിലല്ലേ ചേച്ചി. ശ്യാമള, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എനിക്ക് വയ്യപ്പാ. നിന്റെ ഈ ശരീരത്തില്ലേ ഇത്തരം കണ്ണുനീരിങ്ങനെ സ്വിച്ച് ഇട്ടാ വരുന്നവർ ഇത് എവിടെ ഇരിക്കുന്നു? ചേച്ചി, എന്റെ ഈ ശരീരം മുഴുവൻ കണ്ണുനീരാ ചേച്ചി. അയ്യോ, അതെന്താ? എന്നുവെച്ചാ ഞാനൊരു പാവപ്പെട്ട സ്ത്രീയല്ലേ ചേച്ചി. ആഹാ, അപ്പൊ ഞാൻ പിന്നെ എങ്ങനെയായിരുന്നു? ഞാൻ അതിനെക്കാട്ടി പാവപ്പെട്ടവളായിട്ട് ജീവിച്ചല്ലേ? അതെ, ചേച്ചി പാവപ്പെട്ടവളായിട്ട് ജീവിച്ചപ്പോ ചന്ദ്രഹാസ സാറ് വന്നായിരുന്നല്ലോ. അങ്ങനെ ചേച്ചി അങ്ങ് പെട്ടെന്ന് അങ്ങ് ഭയങ്കര കോടീശ്വരി ആയില്ലേ. അങ്ങനെ എന്നെ സഹായിക്കാൻ ആരാ ചേച്ചി ഉള്ളത്? എന്റെ ശ്യാമള, എന്നോട് നോക്കിക്കേ. ആര് സഹായിക്കാൻ വന്നാലും വന്നില്ലെങ്കിലും കഷ്ടപ്പെടാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ നന്നാവും കൊച്ചേ. ഇനിയിപ്പോ വയസ്സാം കാലത്ത് കഷ്ടപ്പെടാനൊക്കെ പറ്റുമോ ചേച്ചി? ആരെങ്കിലും പറ്റിച്ചെങ്കിൽ ഇത് മാത്രം വയസ്സായോ നിനക്ക്? അല്ല, എന്നാലും. പിന്നെ ചേച്ചിയെ, ഈ വീടും വസ്തുവൊക്കെ ഭാഗം വെച്ചായിരുന്നു. അറിഞ്ഞിട്ടെന്തിനാ? എനിക്കൊന്നിനും അല്ല ചേച്ചി, ഈ 2 മക്കൾക്കും തുല്യമായിട്ട് ഭാഗം വെച്ച് കൊടുക്കുമല്ലോ. പിന്നെ അതിന് ശേഷം ഒരു 1 ഏക്കറോ 2 ഏക്കറോ വല്ല അധികം വരുവാണെങ്കിൽ എന്റെ മനുവിന് കൊടുക്കണം ചേച്ചി. ശരിക്കും പറഞ്ഞാ അവനും ചേച്ചിയുടെ മോനല്ലേ? അയ്യോ, അതങ്ങനെ അല്ല, അവൻ ചേച്ചിയുടെ മോനെ പോലല്ലേന്ന്. ചേച്ചി, എന്റെ മനു എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചേച്ചിയെ കുറിച്ച് എന്തേലും ഒന്ന് പറയാതെ കരയാതെ. ഞാൻ ഈ ഭാഗം ഒക്കെ ഒന്ന് തുടങ്ങട്ടെ. ഈ ഭാഗം വെച്ച് വരുമ്പോഴേ എന്തെങ്കിലും മിച്ചം വന്നാ ഉറപ്പായിട്ട് ഞാൻ കൊടുക്കാം. അയ്യോ, ഒരു കാര്യം ഞാനങ്ങ് മറന്നുപോയി. എന്താ ചേച്ചി ചോദിക്കാത്തെ? എന്തുവാ? പേരയ്ക്ക. പേരയ്ക്കോ? എന്റെ ചേച്ചി, തീ പിടിച്ച വില. ഇവിടെ വന്ന വഴിക്ക് അവിടെ ഇട്ട് വിൽക്കുന്നേ. അവരോട് ചോദിച്ചു പറ, 1 കിലോയ്ക്ക് 200 രൂപയെന്ന്. പേരയ്ക്ക് 200 രൂപ? പിന്നെ ചേച്ചിക്കായോണ്ട് ഞാൻ അങ്ങ് തർക്കിക്കാനൊന്നും നിന്നില്ല. 1/2 കിലോ ഞാനിങ്ങ് മേടിച്ചു. അയ്യോ, നിന്നെ ആരാണ്ട് കളിപ്പിച്ചതാ. 50 രൂപയേ ഉള്ളു കിലോയ്ക്ക്. അയ്യോ, ഇത് അങ്ങനത്തെ പേരയ്ക്കല്ല. ഇതേണ്ട ചേച്ചി, ഞാൻ നോക്ക്, ഇത് അങ്ങനത്തെ പേരയ്ക്കല്ല. ഇത് എങ്ങാണ്ട് നല്ല കൂടിയ ഇനമാന്നാ പറഞ്ഞേ. ഇത് അമേരിക്കയിൽ നിന്നാണോ? തന്നെ, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പേരയ്ക്ക. അമേരിക്കയിൽ ഇപ്പൊ പേരയ്ക്ക കച്ചവടമായോ? ഉണ്ടല്ലേ ചേച്ചി. ഞാൻ എന്നാലേ ഇതൊരു പ്ലേറ്റിലിട്ട് ചെത്തി പൂളി അഴിക്ക് വൃത്തിയാക്കി ചേച്ചി കൊടുത്തരാം. അതൊക്കെ മുത്തു ചെയ്തോളൂ, നീ അവിടെ ഇരിക്കും, അങ്ങോട്ട് വെച്ചാ മതി. ഇല്ല ചേച്ചി, മുത്തിനൊട്ടും വൃത്തിയില്ല. ഞാൻ തന്നെ ചെയ്യണം. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും തരണമെങ്കിൽ എന്റെ കൈ കൊണ്ട് തന്നെ തരണം. അയ്യോ, എന്റെ ദൈവമേ, എനിക്ക് വയ്യ ചേച്ചി. 10 രൂപയുടെ പേരയ്ക്ക മാറ്റിക്കൊണ്ട് വന്നിരിക്കുക. സ്വത്തില് കുറച്ച് മോൻ അടിച്ചെടുക്കാൻ. തന്നെ താൻ മുറിച്ച് അവ കൂടെ 2 വർഷം തിന്നാമല്ലോ. അയ്യോ, എന്റെ പൊന്നോ. ഈ അലമാരക്കകത്ത്
കയറി എന്തെടുക്കുമായിരുന്നു വെച്ചാ നീ? അലമാരിക്കകത്ത് കയറി തുണി എടുത്തോണ്ട് വരുന്നു. അലമാരിക്കാ? ഇത് ലിഫ്റ്റ് ആന്റി. എന്ന് വെച്ചാ എന്തോന്ന് ലിഫ്റ്റ് എന്ന് വെച്ചാ? അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടേ, കാല് വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് സ്റ്റെയർ കയറാൻ പറ്റൂല. എന്റെ കുഞ്ഞെ കാല് വയ്യാത്തൊരു വീൽ ചെയറിലല്ലേ പോകുന്നത്, അല്ലാതെ ഈ ലിഫ്റ്റിനകത്താണോ കയറുന്നേ? പോവാം എണീറ്റ്. അല്ലെ ഇതിനകത്ത് കയറിയ എവിടം വരെ പോകാൻ പറ്റും നമുക്ക്? ഇതിനകത്ത് കയറി അമേരിക്ക ജംഗ്ഷൻ വരെ പോവാം. അമേരിക്ക പോവോ? അയ്യോ, ഞാൻ ഇതുവരെ അമേരിക്ക പോയിട്ടില്ല കേട്ടോ. ഇത് എങ്ങനെ മക്കളെ ഇത് തുറക്കാൻ പറ. എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചോണം മന്ദൂസ്. അല്ല ഇപ്പൊ അമേരിക്ക പോകാൻ പറ്റൂലേ? ഇല്ല, എനിക്കറിയാം എന്റെ പൊന്നുമോള്. സത്യം പറ, ഈ ലിഫ്റ്റിനകത്ത് കയറിയാലേ നമുക്ക് എവിടെ പോകാൻ പറ്റും? പറയുവാണെങ്കിൽ മാമി ഒരു കാര്യം എന്റെ മുത്തിന് തരും. ആരുമില്ല ആരും പറയരുത്. ഇല്ല എന്റെ അമ്മച്ചിയാണ് സത്യം, ഞാൻ എന്റെ കുഞ്ഞാണ് സത്യം, ഞാൻ ആരോടും പറയത്തില്ലേ. പറയില്ല. ഇല്ലില്ല, രഹസ്യം. ഇടി കൊച്ച പറയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ ലിഫ്റ്റിനകത്ത് കയറി കഴിഞ്ഞാ താഴെ പോവാൻ പറ്റും. താഴെപ്പാ അവിടെ ഒരു നിലവറയുണ്ട്. എന്തുകൊണ്ട്? നിലവറ. അയ്യോ നിലവറയോ? മോളെ ഈ നിലവറയെന്ന് വെച്ചാ ഈ സ്വർണവും വെള്ളിയും പണമൊക്കെ കുഞ്ഞു കൂടി കിടക്കുന്ന സ്ഥലമല്ലേ? സ്വർണ്ണക്കല്ല് ഒക്കെ ഉണ്ട്. അയ്യോ, അതിന്റെ അടിയിലുണ്ടോ? ഉണ്ട്. അമ്മ ഇടയ്ക്ക് പോവാറുണ്ട് അത് നോക്കാൻ. അവിടെ പോയി കഴിഞ്ഞാൽ അതൊക്കെ കാണാനൊക്കെ പറ്റും. ഞാൻ ഇടയ്ക്ക് പോയി നോക്കും. പക്ഷെ അവിടുത്തെ അമ്മയ്ക്ക് അറിഞ്ഞൂടാ. നീ പോന്ന അറിഞ്ഞൂടാ? ഞാനടുത്ത് പറയരുതേ. ഇല്ലില്ല, ഞാൻ എന്റെ മക്കളാണ് സത്യം. ഞാനോട്ട് പോത്തുമില്ല, ഞാൻ ആരോടും പറയത്തുമില്ല. അതിനകത്തുള്ള പേരക്കേരോ? നിനക്ക് എങ്ങനെ അറിയാം ഇതിനകത്ത് പേരക്ക ഉണ്ടെന്ന്? മണത്ത്. ആണ്, പട്ടിയുടെ ബുദ്ധിയാണല്ലോ. അല്ല പറഞ്ഞു തന്നിട്ട് മാമി ഇങ്ങനെ പറഞ്ഞ ശരിയാ. അങ്ങനല്ല മക്കളെ, പട്ടികൾ മണം പിടിക്കത്തില്ലേ? എനിക്ക് വേണ്ട. അല്ല എന്റെ പൊന്നു കഴിക്കണം. ഒന്നും മതി. ആർ കൊണ്ടുവന്നത്? അമ്മയ്ക്ക് ചെത്തി കൊടുക്കണം. അയ്യോ ചേച്ചി കൊടുക്കണം. ഞാൻ പറഞ്ഞു തന്നില്ലേ രഹസ്യം? എന്തോ എന്റെ പേര് ആരും പറയില്ലേ. എനിക്ക് ഇങ്ങനെ മേടിക്കുന്ന ആർക്കും കൊടുക്കുന്നൊന്നും ഇഷ്ടമല്ല. ഇതിൽ എങ്ങനെ കയറി? ഇത് സത്യമാണോ എന്നൊന്ന് അറിയണമല്ലോ. മുത്തേ, മുത്തുക്കളെ നീ ഇവിടെ നിൽക്കുവായിരുന്നു. ഞാൻ ഒരു പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു, മിണ്ടായിരുന്നേ ശല്യപ്പെടുത്താതെ. അയ്യോ, പിന്നെ ഇയാള് പാട്ട് എഴുതിട്ടോണോ ഇവിടുത്തെ ഗായകർക്കെല്ലാം പാടിക്കൊണ്ട് നടക്കാൻ? ഒന്ന് പോയേ, ഒരു പാട്ടില്ലാന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുക. ഓ, അതിന്റെ ഒഴുക്കങ്ങ് പോയല്ലോ ദൈവമേ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? ഞാൻ നിങ്ങളെ വീട്ടിൽ ഒന്ന് ശല്യപ്പെടുത്താൻ വന്നാ? വീട്ടിലെങ്ങാനും ശല്യപ്പെടുത്താൻ വന്നാല് പിന്നെ ഞാൻ അങ്ങോട്ട് വരാം ശല്യപ്പെടുത്താൻ. ഞാൻ കളിക്ക് പറഞ്ഞതാണ്. താഴെ പോയി കത്തി താഴെ ഇടാനാണ് പറഞ്ഞത്. മൊത്തമാണ് പറയണ കത്തി താഴെ ഇട്. പേടിച്ചെന്ത്? ശരിക്കും പേടിച്ചെന്ത്? മുറിക്കാനെടുത്ത കത്തി അതായിരുന്നാ? എന്തൊരു പേടിയാ മുത്തത്. എടാ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ തരണം കേട്ടോ. പ്ലേറ്റ് തരാം. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, ഇത് കഴിഞ്ഞിട്ട് തന്നാ മതിയാ? ഇത് എഴുതി തീർന്നതിന് ശേഷം തന്നാ മതിയാ പ്ലേറ്റ്? എഴുതിയതിന് ശേഷം തന്നാ. നീ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ സത്യസന്ധമായിട്ട് മറുപടി പറയണം. എന്തോ? ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ടല്ലോ. ലിഫ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് കയറിയ താഴേക്കും മുകളിലേക്കും പോകാൻ പറ്റുമോ? ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ താഴേക്കും മുകളിലേക്കും പോകാനാണ്. അങ്ങ് താഴെ ഒരു നിലവറയുണ്ടോ? നിലവറയുണ്ടോ? ഉണ്ട്. ആര് പറഞ്ഞു? സുരഭി പറഞ്ഞു. സുരഭി അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞെങ്കിൽ ചിലപ്പോ കാണും. ഉണ്ട്, പക്ഷെ അതിനകത്തൊന്നും ഇല്ല. ചോദിച്ചില്ലല്ലോ. ഇല്ല, ഒന്നും ഇല്ല അതിനകത്ത്. അപ്പൊ നിലവറ ഉണ്ട് അവിടെ? ഉണ്ട്, കാണും പറഞ്ഞെങ്കിൽ അങ്ങനെ കാണും. നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ പാട്ട് എഴുതിക്കൊണ്ടേയായിരുന്നു. ആണോ? രണ്ടുപേരും മൂളിക്ക് മോർണോ? ശ്രദ്ധിച്ചു കേട്ടോ. പല്ലിളകി അമ്മുമ്മേട പല്ലിളകി, അപ്പുപ്പൻ്റെന്ന് ആടി കിട്ടിയപ്പോ പല്ലിളകി, കറിച്ചട്ടി എടുത്തമ്മുമ്മ അപ്പുപ്പൻ്റെ തലക്കടിച്ചു, തലയും പൊട്ടി ചട്ടിയും പൊട്ടി. ഓ ഫീലടാ. അതാ
എന്റെ സംഭവമൊക്കെ അങ്ങനെ അതല്ലേ അല്ല ഫീൽ ചെയ്തില്ലേ? അപ്പൂപ്പൻ എപ്പോഴും ഉണ്ടോ? അപ്പൊ മുന്നിലും തട്ടിപ്പോയി ആണോ? ഈ വരുന്ന 10-ന്, അതായത് ശനിയാഴ്ച എന്റെ അപ്പൂപ്പന്റെ 10ാമത് ചരമ വാർഷികമാണ്. ഓ എങ്ങനെ ജീവിച്ചിരിക്കണം, അമ്മാതിരി അടിയല്ലടാ അടിച്ചത്. അതെ അതെ. അല്ല അത് മാത്രമല്ല, നമ്മളെ ബന്ധുക്കളൊക്കെ വരെ ആ ബന്ധുക്കളുടെ മുമ്പ് വെച്ച് ഈ കവിത ഒന്ന് പാടണം. കവിത പാടുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അമ്മൂമ്മയുടെ കൈവാക്കിന് നീ നിക്കരുത്. അതുപോലത്തെ വേറെ കറച്ചിട്ട് കണ്ണു എടുത്ത് തലക്ക് അടിച്ചു കളി. ഉണ്ടാവില്ല. നിനക്ക് ഒരു പീസ് പേരൊക്കെ തരട്ടെ? വേണ്ട വേണ്ട തരട്ടടാ. വേണ്ട നീ തിന്നടാ. വേണ്ടെന്ന്. എന്നാ ഞാനിതേ ചേച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് ഉണ്ടോടാ? ഈ ബൗള് നല്ലതാണോ ഇത്? ബൗള് നല്ലതാ, കഴുകി വെച്ചതാ. ആണോ? എന്നാ ഞാനിത് ചേച്ചിക്ക് കൊടുത്തു. വേണ്ടാന്നേ. കരുനാക്കടുത്ത് വളച്ച് ഇനി അവിടെ വല്ല വിഷയം ഉണ്ടാവോ? ദൈവമേ കാത്തോളണേ. ശരിയാവണം. എടാ എന്റെ അമ്മച്ചിയെ കണ്ടായിരുന്നോ? ഇല്ലടാ ഞാൻ കണ്ടില്ല. അല്ല ഇങ്ങോട്ട് വരുന്ന പറഞ്ഞ വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല. നിന്റെ അമ്മയല്ലേ ആള്? ആരോടെങ്കിലും ഒക്കെ റോട്ടിൽ നിന്ന് കത്തി വെച്ചോണ്ടിരിപ്പുണ്ടായിരിക്കും. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? അല്ല നിന്റെ അമ്മയുടെ നേച്ചർ അതാണല്ലോടാ, എന്തെങ്കിലും ഇങ്ങനെ വളവള സംസാരിച്ചോണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കും നീ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാതെ. അല്ല നീ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. നിന്റെ അമ്മച്ചിയെ പറ്റി ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഞാൻ എന്തു പറഞ്ഞാ നിന്റെ അമ്മയെ പറ്റി നീ പറയുന്നത്? എടാ കാര്യം എന്റെ അമ്മച്ചി കുറച്ച് വിവരമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നീ ഒരുമാതിരി അധിക്ഷേപിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നും. ഞാൻ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല. നീ അധിക്ഷേപിച്ച്. ഞാൻ അധിക്ഷേപിച്ചിട്ടൊന്നുമില്ല. എന്താ അധിക്ഷേപിച്ച? എടാ നീ പണത്തിന്റെ ഉങ്കാണ് ഇപ്പൊ നീ കാണിച്ചത്. ഇപ്പൊ മനു ചുമ്മാ വിവരമില്ലായ്മ എന്റെ അടുത്ത് പറയല്ലേ. കൊള്ളടാ, എനിക്കിപ്പോ വിവരമില്ലായ്മ അല്ലേ? എടാ ഞാൻ എന്തെല്ലാം കാര്യം എടുത്ത് നിന്റെ കൂടെ വന്നിട്ടുണ്ടാ? നീ വിളിക്കുമ്പോ എല്ലാം അവസാനം ഞാൻ വന്നത് എനിക്ക് തന്നെ ഇപ്പം നഷ്ടമായിട്ട് തോന്നുന്നു. കൊള്ളാടാടിയാ, നീ വന്നിരിക്കുന്ന മുഴുവൻ എന്റെ ആവശ്യത്തിനാണല്ലോ. നാളെ കാലത്ത് ബിസിനസ് തുടങ്ങി എന്തെങ്കിലും നല്ല നിലയിൽ എത്തുവാണെങ്കിൽ അതിൽ നിന്ന് ലാഭം എടുക്കാൻ വന്നവല്ലേ. നീ എന്തോന്ന് ബിസിനസ് എടുത്ത് നീ ലാഭം ഉണ്ടാക്കിയെന്നാ പറയുന്നത്? എടാ നീ ഒരു നിസാർ ഒരു പുളിഞ്ചിക്കട ഒരു ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ? നീ എന്തായാലും ഒരു പുളിഞ്ചിക്ക അച്ചാറിന്റെ ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ? ഒരു ദിവസം നല്ല നിലയിൽ എത്തും ഞാൻ. നീ നല്ല നിലയിൽ എത്തും. നീ എന്തായാലും നീ ഒരു നല്ല നിലയിൽ എത്തത്തില്ല. നിനക്ക് പണത്തിന് ഉങ്ക തന്നെ ചതിയൻ. മനു നീ ചുമ്മാ ചതിയെന്ന് തന്നെ വിളിക്കുന്നത്. നീ എന്ത് ചെയ്യും? നീ കാണിച്ച് ചതിക്കാൻ പിന്നെ എന്താ പറയണം? നീ കാണിച്ചു തരണം. എനിക്ക് ഇവനെ കൊല്ലണം. എനിക്ക് കൊല്ലണം അവനെ. 2 മൊബൈൽ ടവറിന്റെ അത്രയായി തമ്മിൽ തല്ലിക്കൊണ്ടു. നിങ്ങൾ അടക്കാതിരിക്കുന്ന പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തായാലും ഇടയ്ക്കാണ് നിൽക്കുന്നേ. എടാ ഇപ്പൊ എന്താ പ്രശ്നം? ഇവൻ പണത്തിന് ഉങ്ക കാണിച്ചേട്ടൻ. ഞാൻ പടത്തിന് മുങ്ങൊന്നും കാണിച്ചില്ല. ഇവൻ എന്തോ വായത്തോ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കും. നിർത്ത്. എടാ ലോകത്ത് വേറെ ആരടി കൂടിയാലും നിങ്ങൾ തമ്മിൽ അടി കൂടല്ലേ? ഞങ്ങൾ എന്താ അടി കൂടി പറ്റൂലേ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതല്ല എടാ, നിങ്ങൾ കൂട്ടുകാരല്ലേ? ഒരു കൂട്ടുകാരനല്ലേ മറ്റേ കൂട്ടുകാരനെ തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റും. ബോധം ഇവന് വേണം. ഇവനാ ബോധമില്ല. ഇവനും ആ ബോധം വേണം. എടാ നിങ്ങൾ കൈ കൊടു. ഇതല്ലാതെ എന്റെ വേറെ ഡയലോഗ് ഇല്ല. ഡയലോഗ് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, സ്ക്രിപ്റ്റ് നാളെ വിളിച്ച് ഡയലോഗ് കയറ്റി എഴുതാൻ പറ. അല്ലാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചൊന്നും കാര്യമില്ല. നിനക്ക് കൊടുക്കാൻ പറ്റുമോ? എന്റെ ചേട്ടനാണാ പറയണത്. കൂടാ മനു പോട്ടാ. എനിക്ക് 5000 വേണം. 5000 രൂപയോ? അത് 5000 കേട്ടിട്ടില്ലേ? 5000 ഇല്ല, എന്റെ ഉള്ളതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഐ എം സോറി. പക്ഷെ ഞാൻ നിന്റെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മയെ എന്റെ അമ്മയെ പോലെ കാണുന്നത്. മനസ്സിലായി. ലവ് യുടോ. എന്റെ പൊന്നുനാരോ. പൊന്നുനാരോ. താങ്ക് യു. വേറെ ഒരു കാര്യം, എന്റെ ഡയലോഗ് എനിക്ക് തന്നെ ഇമോഷണൽ വന്നു. പേരയ്ക്ക. ഓ ഇവിടെ ശ്യാമള ഉണ്ടെന്നായിരിക്കും. അല്ല അവള് പോയോ? ഇവിടെ വെക്ക്. എന്തോ ഇവിടെ നിന്ന് കാണാനില്ല, പോയി കാണും. ആ അത് ശരി. അമ്മ എന്തോന്ന് വായിക്കുന്നത്? ആ ഇതേ നമ്മുടെ മാധവിക്കുട്ടിയുടെ പുസ്തകമാണ്, ചന്ദനമരങ്ങൾ. ഇതെന്തുവാന്നറിയാമോ? ഓരോ പെൺകുട്ടികളും ഇത് വായിച്ചിരിക്കണം. കാരണം പരസഹായമില്ലാതെ ജീവിച്ച് അവനവന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പെൺപിള്ളേരുടെ കഥ അതിനകത്ത്. ഇത് വായിച്ചിട്ടുണ്ടോ? ഇതാ ഞാൻ വായിച്ചിട്ടില്ല. വേറെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്. വേറെ ബുക്ക് ഇതിനെന്ത് കുഴപ്പം? അല്ല ഇത് മാധവിക്കുട്ടിയുടെ അല്ലേ, അതുകൊണ്ട് വായിക്കൂലേ? അല്ല അങ്ങനെയല്ല, ഞാൻ വായിച്ചിട്ടുള്ളത് ഒരു പണ്ടത്തെ ലോറിക്കാരന്റെ കഥ അങ്ങനെയൊക്കെ. പണ്ടത്തെ ലോറിക്കാരന്റെ കഥ? അതാരും എഴുതിയത്? ഒരു വീക്കിലില്ല. പൈങ്കിളിയായിരിക്കും. ആ അങ്ങനെയൊക്കെ പറയാം. കഷ്ടം. എന്റെ കൊച്ചേ, നീ ഇതൊക്കെ ഒന്ന് വായിക്ക്, അപ്പോഴേ പഠിക്കൂ പെൺപിള്ളേരെങ്ങനെ ജീവിക്കണം എന്നുള്ളത് കേട്ടാ. അതിൽ എന്റെ കഥയാ പറഞ്ഞിരിക്കുന്നത്. നിന്റെ കഥ? ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചിട്ട് ഒരു വലിയ വീട്ടിൽ മരുമോളായിട്ട് ജീവിക്കുന്നത്.
അങ്ങനെ അപ്പൊ അതിലെ അമ്മായിയമ്മ ഭയങ്കര ദുഷ്ടത്തെ ആയിരിക്കുമല്ലോ. ആ ദുഷ്ടത്തി അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാമോ വായിച്ചിട്ടുണ്ടോ കഥ? അല്ല അതങ്ങനെ വരാൻ വഴിയുള്ളല്ലോ. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ അമ്മായിയമ്മ എങ്ങനാ? എന്റെ അമ്മായിയമ്മ ആ ചില സമയത്ത് പാവാറുണ്ട്, ചില സമയത്ത് ഇച്ചിരി ഭയങ്കര ആവാറുണ്ട്. കൊള്ളാവടി, എന്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കേട്ടോ. ചിരിച്ചു ചിരിച്ചു ഉള്ളതെല്ലാം കൈക്കലാക്കാനായിരിക്കും. നീ എന്താ അവിടെ നിൽക്കുന്നത്? അമ്മ, ഞാൻ അമ്മയോട് ഒരു തമാശ പറയാൻ വേണ്ടി വന്നതാ. തമാശേ? എന്ത് തമാശ? അമ്മ പുറത്തേ നമ്മുടെ പ്രശോഭേട്ടനും മനുവും പ്രതീഷും കൂടെ കൂടെ ഇവിടെ ചിരിക്കുന്ന അമ്മ ഭയങ്കര തമാശയമ്മ. ആ കാര്യം പറ. പ്രശോഭേട്ടനും മനുവും പ്രതീഷും കൂടെ ഭയങ്കര അടിച്ച് അവര് നിലത്ത് വീണ് മൊത്തം മണ്ണെല്ലാം ദേഹത്തായിട്ട്. അയ്യോ എന്ത് രസമായിരുന്നു കാണാൻ വേണ്ടി. ഞാൻ ചിരിച്ച് ചിരിച്ച് വരും. ഇതാണ് നിന്റെ തമാശ. എന്റെ കെട്ടിയവനെ അടിച്ച് ചവിട്ടി ഉരുട്ടിയത് നല്ല തമാശ. എന്തൊരു ചിരിയാ! ഇതുപോലെ ചിരിച്ച് എന്റെ മരുമോള് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അയ്യോ ഞാൻ വിചാരിച്ച അമ്മയും ചിരിക്കും. അയ്യോ ചിരിക്കും. എന്റെ മോനെ ചവിട്ടി ഉരുട്ടിയ കഥ കേൾക്കുമ്പോ ഞാൻ ചിരിക്കും. അയ്യടാ. അയ്യോ കഷ്ടം. കുറച്ചുകൂടെ കാണണ്ടേ തമാശ? ചെല്ലേ, എന്നിട്ട് അവനെ വല്ല വെള്ളവോ വല്ലതും ഒക്കെ കൊടുക്ക് അവിടെ ഉള്ളവർക്ക്. ഇല്ല ചിലപ്പോ ചത്തുപോയാലോ. ചെല്ല്, തമാശ കൂടി കൂടി ചിലപ്പോ ചത്തും പോവും. ചെല്ല്, ഓടി ചെല്ല്, പോയിട്ട് വാ. അയ്യോ പാവം. ഓ ഓ ഓ വരണം. എവിടെ ആയിരുന്നു? ഞാൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുവായി? മാഡം എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏത് കാര്യമാണെന്ന് പറഞ്ഞാൽ കൂടുതൽ ഈസി ആയി. ഓഹോ അത് ശരി. ഞാനേ ഒരു ഹോട്ടലിൽ ലീസിന് കൊടുക്കുന്ന ആരെങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞിരുന്നല്ലോ. അത് പറഞ്ഞിരുന്നു. ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കണം മാഡം. അന്വേഷിച്ച് അങ്ങ് നടക്കുക. അയ്യോ ഇങ്ങനെ അങ്ങ് നടക്കാതെ നടന്നാ മാത്രം പോരാ, കാര്യം നടക്കുവോന്നും കൂടെ അറിയണം. അത് ചിലപ്പോ നടന്നു വരും, ചിലപ്പോ നടന്നില്ലെന്നും വരും. ആണോ? നല്ല ഉത്തരം. താങ്ക് യു മാം. അയ്യോ താങ്ക് യു. അമ്മോ ശുക്രിയ. ആന്റി, എന്റെ അമ്മച്ചി കണ്ടോ? നിന്റെ അമ്മച്ചി എവിടെ? പുറത്ത് അമ്മച്ചിയുടെ ചെരുപ്പ് കിടപ്പുണ്ട്, അമ്മച്ചി സഞ്ചി കിടപ്പുണ്ട്. എന്റെ അമ്മച്ചി മാത്രം കാണുന്നില്ല. എവിടെ? പ്ലീസ് ടെൽ മീ, എന്റെ അമ്മച്ചി എന്ത്? എന്റെ അമ്മച്ചി എനിക്ക് തിരിച്ചതാ. നിന്റെ അമ്മച്ചി ആരാടാ ഇവിടെ പിടിച്ചു കെട്ടി വെക്കുന്നത്? സുനിയേ. സുനിയല്ല, മനു. അല്ല, കേൾക്കൂ എന്നാണ് എന്റെ അർത്ഥം. കേൾക്കൂ. കൂടുതൽ ഹിന്ദി പറയാം. എന്റെ അമ്മച്ചി അവിടെ പറ. എന്റെ കുഞ്ഞെ ഒരു കാര്യം ചെയ്, നീ ആണ്ട് അടുക്കളയിലോട്ട് ചെന്ന് നോക്ക്. അവൾ അവിടെ കാണും, വല്ലതും തിന്ന് കുടിച്ചു നോക്കാം. അവിടെ കാണും. ശ്യാമളല്ലയോ ആള്? അമ്മ കിടന്ന് വിളിച്ചു പോവാതെ നീ പോയി നോക്ക്. ചേടാ ഇത് എന്തൊരു കഷ്ടമായി. ഇവള് എവിടെ പോയതാ ശ്യാമള? എന്റെ അമ്മച്ചി എന്ത്? എന്റെ അമ്മച്ചി ഞങ്ങളെ മടിയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ അങ്ങോട്ട് പോയല്ല. ഇതെന്റെ അമ്മച്ചിയുടെ കീറിയ സഞ്ചി, ഇതെന്റെ അമ്മച്ചിയുടെ ചെരുപ്പ്. ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ആണെന്ന് പറഞ്ഞാൽ എന്റെ അമ്മച്ചിയുടെ സഞ്ചിയാന്ന് അറിയാം, അമ്മച്ചിയുടെ ചെരുപ്പാന്ന് എനിക്കറിയാം. പിന്നെ എന്റെ അമ്മച്ചി കാണുന്നില്ലെന്ന്. ഇവിടെ ഉണ്ടായിരുന്നു, പോയില്ല. സത്യം പറ, നിങ്ങൾ എന്റെ അമ്മച്ചി എന്തോ ചെയ്തിട്ട്? എന്തോ ചെയ്യാൻ? നിനക്ക് എന്താടാ കുഴപ്പം? നിങ്ങൾ എന്റെ അമ്മച്ചി എന്തോ ചെയ്ത്? അമ്മയും മോനും കൂടെ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ അമ്മച്ചി എന്നെ എന്തോ ചെയ്തു? ദൃശ്യ സിനിമയിലെ വരണ്ടേ പോലെ നിങ്ങൾ എന്റെ അമ്മച്ചി എന്തോ ചെയ്തില്ലേ? നിങ്ങൾ എന്താ? അയ്യോ നിങ്ങൾ എന്തോ ചെയ്ത്? ഞാൻ ചെയ്തോളൂ, മുത്തോളം ഞാൻ ചെയ്തോളൂ. നിനക്ക് എന്തിനാ കേട്ടാ പടാ? അമ്മ അമ്മ പിടി 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 അമ്മ പിടിക്കേ പിടി പിടി അമ്മ കണ്ടുറക്കാം അമ്മ. ശ്യാമളെ എന്തോന്ന് പ്രശ്നം എന്റെ അടുത്ത് പറ. നീ എന്തൊക്കെ കളത്തരപടി പറഞ്ഞേ? ഇവള് പറയണ ഇതിന്റെ അടിയിൽ എന്തോ ഒരു നിലവറയുണ്ട്, അതിനകത്ത് സ്വർണവും വെള്ളി കുറെ പണവും ഒക്കെ ഉണ്ട്, കല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിടാ. ഞാൻ അത് തപ്പിപ്പോയ പോക്ക ഈ മുത്തും കൂടെ പറഞ്ഞു. അത് ഞാനൊരു തമാശക്ക് പറഞ്ഞതാ. തമാശ പറയുന്നത്? കഷ്ടമുണ്ട് സുരഭി, ഒരു പ്രായമായ ഒരു സ്ത്രീയെ ഇങ്ങനെ ആക്കിയ. എന്റെ അമ്മയ്ക്ക് വയസ്സായത്. സുനിയെ, യഥാർത്ഥത്തിൽ നിലവറ ഉണ്ടോ? ഉണ്ട്. ഒരു കുന്തം ഇല്ലെന്ന് ഇവിടെ. എന്റെ മോന്റെ മക്കളെ ഇതിനകത്ത് ഞാൻ കേറിയിട്ട് ഇവരോട് ഞാൻ ഇറക്കിറക്കെന്ന് പറഞ്ഞിട്ട് അവര് ഇറക്കുന്നില്ലടാ. പറഞ്ഞ അവരടുത്ത് ഞാൻ അവരടുത്ത് പറഞ്ഞ് ഇറക്കാൻ ഇവിടാന്ന് ഒരു 6 വട്ടം അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്ന്, അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്ന്. അവസാനം എനിക്ക് ശ്വാസം കിട്ടാതായപ്പോ ഞാൻ അവിടെ വീണ് പോയടാ. ഇച്ചിരി കൂടെ കഴിഞ്ഞ
അപ്പൊ ഞങ്ങൾ രക്ഷപ്പെട്ടേ. ആ ഒന്നുമില്ല, കഷ്ടം. എടാ പ്രതീക്ഷേ, നിന്റെ ഒരു ഒറ്റ പിടിപ്പ് കേടാ ഇവൾ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്. എന്റെ പിടിപ്പ് കേടും. ആ നിനക്ക് എന്തിനു കേടായിരുന്നു? ഞാൻ പറഞ്ഞു തമാശയാണ് എന്ത് പറഞ്ഞത്. തമാശ തമാശ ഇപ്പൊ ഒരു സ്ത്രീയോട് ഇങ്ങനെ പിന്നെ നിന്റെയൊക്കെ ഒരു ബഹളം. ഓ ദേ, ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം ഇവിടുന്ന് സ്ഥലം വിട്ടോണം കേട്ടല്ലോ. ആ അമ്മേ, അയ്യോ. ആ ഈ കണക്കിന് പോയാൽ ഞാൻ ഇവിടുന്ന് നാട് വിടും.